നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് മാനുവൽ മാർക്കസിനെ ഒഫീഷ്യലായിട്ട് തന്നെ സൈൻ ചെയ്ത വിവരം ഇന്ത്യൻ ടീം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മാനുവൽ മാർക്കസ് നമുക്കറിയാം, ISL പരിചയസമ്പന്നനായ ഹെഡ് കോച്ച് തന്നെയാണ്. മികച്ച രീതിയിൽ താരങ്ങളെ കളി പിടിപ്പിച്ച് ഗോളുകൾ നേടിക്കൊടുപ്പിക്കാൻ സാധിക്കുന്ന ഹെഡ് കോച്ച് തന്നെയാണ് മാനുവൽ. എന്തായാലും മാനുവൽ കേരള ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച്, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞ വാക്കുകൾ നോക്കാം. ഈ യാത്ര എളുപ്പമാകില്ല എന്നും, എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൽ നിങ്ങളുടെ പരിചയസമ്പത്ത് ഈ ജോലി ചെയ്യാൻ നിങ്ങളെ അനുയോജ്യനാക്കുമെന്നും വിശ്വസിക്കുന്നതാണ് ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇഗോർ സ്റ്റിമാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ പുതിയ ഇന്ത്യൻ ഹെഡ് കോച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയുള്ളൊരു അപ്ഡേറ്റാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന പ്രീ സീസൺ മത്സരം, അതായത് 4ാമത്തെ പ്രീ സീസൺ മത്സരം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ തോൽവിയും 2 മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായ പെപ്പറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകുന്നുവെന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ലോൺ അടിസ്ഥാനത്തിൽ താരത്തിന് ISL ഏതോ ഒരു ക്ലബ്ബ് നോട്ടം വിട്ടിട്ടുണ്ടെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ താരത്തിനെ വിട്ടു നൽകാൻ പോകുന്നുവെന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതലൊന്നും നമുക്കറിയത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് റൂമർ മാത്രമായിട്ട് കണ്ടാൽ മാത്രം മതിയാകും. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു വെട്ടിക്കെട്ട് സൈനിങ് നടത്തിയിരിക്കുകയാണ്. ISL പ്രമുഖ ടീമായ ജംഷഡ്പൂർ എഫ്സിയാണ് ഇപ്പോൾ ഒരു വെട്ടിക്കെട്ട് സൈനിങ് കംപ്ലീറ്റ് ചെയ്ത വിവരം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റീഫൻ എസ എന്ന് പറയുന്ന സ്ട്രൈക്കർ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി നിരവധി മത്സരങ്ങൾ നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും താരം കംബാക്ക് നടത്തുകയാണ് ജംഷഡ്പൂർ എഫ്സിയിലേക്ക്. എന്തായാലും ജംഷഡ്പൂർ എഫ്സി സ്റ്റീഫൻ എസനെ സൈൻ ചെയ്ത വിവരം ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നൈജീരിയൻ താരം ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് 100% ഉറപ്പിച്ച വീഡിയോ ഇവിടെ വെച്ചിരുന്നു. കൂടുതൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്